കേരളത്തിൻ്റെ ലോട്ടറി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ജീവിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന അനേകായിരങ്ങളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു ജീവനോപാധിയുമില്ലാത്ത ഭിന്നശേഷിക്കാരായ പാവങ്ങളുടെ ജീവിതമാർഗമായ ആ ലോട്ടറിയെ അനധികൃത ചരക്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി 40% നികുതി ചുമത്തിയത് എന്തു പറഞ്ഞാണ് യൂണിയൻ സർക്കാരിന് ന്യായീകരിക്കാനാവുക? ഏറ്റവും സുതാര്യമായി നടക്കുന്ന കേരള സംസ്ഥാന ലോട്ടറിയെ പോലും ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഏത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്? ഇത്രയേറെ സാമ്പത്തിക പ്രയാസങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ പതറാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും 4,71,000 പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പ്രതിജ്ഞാബദ്ധമായ നീക്കമാണ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി ഉയർത്തിയത് 60 ലക്ഷം പേർക്കാണ് ആശ്വാസകരമാകുന്നത്. UDF കാലത്ത് വെറും 34 ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം ഇന്ന് 60 ലക്ഷമായി ഉയർന്നു. അന്ന് 600 രൂപയാണ് പെൻഷൻ തുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സാധാരണക്കാരോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിൻ്റെ അടയാളമാണിതൊക്കെ. എന്നാൽ ഈ സാമ്പത്തിക വരിഞ്ഞുമുറുക്കൽ നമ്മുടെ കുതിപ്പിൻ്റെ വേഗത കുറക്കാൻ കാരണമാകുന്നുണ്ട്. അർഹമായ പണം കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് മൂലം നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ, ഇതിലെല്ലാമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും റോഡ് നവീകരണത്തിനുമെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ച് ഉയരേണ്ടതുണ്ട്.